പക്ഷേ ഈ ഒരു സമയത്തും വെള്ളിയാഴ്ച വരെ CMRL ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയിട്ടുണ്ട് എന്നതല്ലാതെ ഇതിലെ ഇന്നത്തെ കേസിലെ ഡയറക്റ്റ് ആപ്ലിക്കൻ്റ് അല്ലാത്ത പരാതിക്കാരി അല്ലാത്ത വീണയ്ക്ക് ഒരു തരത്തിലുള്ള എക്സെപ്ഷനും കിട്ടിയിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. CMRL-ഉം ED-യും തമ്മിലുള്ള ഒരു കേസ് എന്ന നിലയ്ക്ക് മാത്രമാണ് ആ കേസ് തൽക്കാലം നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിലെ ഒരു കക്ഷിയെ അല്ല എന്ന രീതിയിലും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമല്ലോ. അപ്പോൾ അവർക്കെതിരെയുള്ള നടപടികൾ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും CMRL ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾക്ക് മുൻപായിട്ട്? അങ്ങനെയുള്ള കാര്യവും അതിലുണ്ടല്ലോ. CMRL-ന്റെ കേസിൽ സത്യത്തിൽ ഈ റിലാക്സേഷൻ കിട്ടിയിരിക്കുന്നത് CMRL-ന് മാത്രമാണ്. അത് അവിടെ ED-യുടെ അഭിഭാഷകൻ ചോദിക്കുന്നുണ്ട്, കോടതി അത് വ്യക്തമായിട്ട് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ആരാണോ ഇതിൽ ഒരു ആപ്ലിക്കൻ്റായിട്ട് വന്നിട്ടുള്ളത് ആ ആൾക്കാർക്ക് മാത്രമാണ് വെള്ളിയാഴ്ച വരെയുള്ള എക്സെപ്ഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആപ്ലിക്കൻ്റായിട്ട് വീണയുടെ അഭിഭാഷകർ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണയ്ക്ക് ഒരു തരത്തിലുള്ള റിലാക്സേഷനും വെള്ളിയാഴ്ച വരെയും കിട്ടുന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ആ കേസിൻ്റെ ഭാവി, അതായത് നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് അവിടെ ഉണ്ടായിരിക്കണം. ആ ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ് ഇപ്പോൾ ഈ പറയുന്ന 447 കമ്പനീസ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് ഇല്ല എന്ന രീതിയിലത്തേക്ക് വരികയോ അല്ലെങ്കിൽ SFIയുടെ ഒറിജിനൽ കേസ് ഇല്ലാതെയാവുകയോ ചെയ്താൽ, നമുക്കറിയാം അത് ഡൽഹിയിൽ അതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേയും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ആ കേസ് ഇല്ലാതാവുകയാണെങ്കിൽ ED ഇപ്പോൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ ദുർബലമാകും. കാരണം EDക്ക് ഇത്തരത്തിലുള്ള ഒരു കേസന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. പക്ഷേ ആ പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെയായി മാറിക്കഴിഞ്ഞാൽ ആ ഒറിജിനൽ കേസ് അവിടെ ക്വാഷ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ നടപടികളെല്ലാം തന്നെ പൂർണ്ണമായും നിർത്തിവെക്കാനായിട്ട് കോടതി തീരുമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അനുബന്ധ കേസുകൾ പിന്നീട് അന്വേഷിക്കുന്നതിൽ കാര്യമില്ല. അങ്ങനെയുള്ള ഒരു പരാജയ സാധ്യത മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു കേസിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെയുമല്ല, ഇതിന് തടയുന്നതിന് വേണ്ടിയിട്ട് CMRL പറയുന്ന വാദം അത് തന്നെ ഇവിടെ ഒരു FIR ഇല്ലാതെ, പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു FIR ഇല്ലാതെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് EDക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കോടതിയിൽ വളരെ കൂടുതൽ തവണ കോട്ട് ചെയ്യപ്പെട്ടതുപോലെ 2020 വിജയ് മദൻലാൽ ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കേസുണ്ട്. ആ കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പോലീസ് FIR വേണമെന്നില്ല ED ഒരു അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനോ അല്ലെങ്കിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സമൻസ് ഇഷ്യൂ ചെയ്യുന്നതിനോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല എന്ന് സുപ്രീം കോടതി തന്നെ 6 വർഷം മുമ്പ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.